രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അത്യാവശ്യം ഒരു ബേസിക് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. ആണല്ലേ? ഏറ്റവും അവസാനം നമ്മൾ നിങ്ങൾ ഈ പാട്ടുകാരുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. KS ചിത്ര ഒരു വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഗൗരിയുടെ ഒരു ഗൗരി അതിനെ എങ്ങനെയാ കണ്ടത്? അതിനെന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വാട്ട് ഈസ് ഹാപ്പനിങ് ജനറലി എന്നുള്ളതാണോ അതിനെന്ന് പറയുന്നത്? അല്ല, ഈ ചിത്രയുടെ ഒരു അഭിപ്രായം വന്നു അല്ലേ? അപ്പം അതിനോടൊക്കെ എങ്ങനെയാണ് അവരോട് ഐക്യപ്പെടാൻ? എനിക്ക് ഇവർ സൂരജ് എസ്പെഷ്യലി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. ചിത്ര ചേച്ചി ഞാൻ പേഴ്സണലി അല്ല 2 വർഷം കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിനെക്കുറിച്ച് എൻ്റെതായ അഭിപ്രായം ഉണ്ടാവും. അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് കമൻറ്റ് അടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നിൽ സൂരജിൻ്റെയോ അല്ലെങ്കിൽ ചിത്രയുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്നൊരു അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല എന്നോടിപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഇപ്പം അയോധ്യ രാമക്ഷേത്രം അല്ലെങ്കിൽ ബാബറി മസ്ജിദ് ഈ മൊത്തം ഈ സംഭവത്തിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം എന്നുള്ളതല്ലാണ്ട് അവർ പറഞ്ഞതിനെ പിന്നെ അരുണെന്ന് ചോദിച്ചാൽ എന്താ അഭിപ്രായം ചോദിച്ചാൽ ഇന്നിപ്പോ അയോധ്യയിൽ ക്ഷേത്രം പണിയാണല്ലോ. ചിത്ര ചേച്ചി പറഞ്ഞതിനോടുള്ള അഭിപ്രായം എന്താ? ചിത്ര ചേച്ചി ഞാൻ പറഞ്ഞില്ല അതിനെക്കുറിച്ച് ഞാൻ എന്തിനാ അഭിപ്രായം പറയാം? എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ അറിയിച്ചാൽ പോരാ. ഞാൻ വേറൊരാളുടെ അഭിപ്രായം പറയേണ്ട കാര്യം. ഗൗരിക്കുള്ള അഭിപ്രായം എന്താ? അങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്താ അറിയോ, ഞാൻ പറയാം. ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞത് എവിടെ നിന്നാണ് ഇവർ രണ്ടുപേരും സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. സൂരജ് എന്തുകൊണ്ടാണ് സൂരജ് സംസാരിച്ചെന്നുള്ളതും ചിത്ര ചേച്ചി എന്തുകൊണ്ടായിരിക്കും ആ ഒരു വീഡിയോ പോസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ വിവാദത്തെ കൊണ്ട് തലവെക്കാനില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി കുറെ പേര് നിങ്ങളിങ്ങനെ ചോദിച്ചത് തലവെപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ വെറുതെ ഇരുന്നിരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പൊളിറ്റിക്കലായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളാണ്. ഉറപ്പായിട്ടും വിളിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം.